ഫോർച്യൂൺ ടൂർസ് പ്രസൻസ് ഡെസ്റ്റിനേഷൻ ഡയറി. ഭൂട്ടാൻ എന്ന കുഞ്ഞു രാജ്യത്തിലേക്കുള്ള യാത്ര ഏതൊരു സഞ്ചാരിക്കും സ്വപ്ന സാക്ഷാത്കാരമാണ്. കണ്ടിരിക്കേണ്ട പ്രകൃതി മനോഹാരിതയും കെട്ടിടങ്ങളുടെ നിർമ്മാണ സൗന്ദര്യവും മഞ്ഞും മലഞ്ചെരുവുകളിലൂടെയുള്ള യാത്രകളുമൊക്കെയാണ് ഭൂട്ടാനെ എന്നും ഇന്ത്യക്കാരുടെ പ്രിയപ്പെട്ട ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആക്കുന്നത്. ഭൂട്ടാനിലെത്തിയാൽ മറക്കാതെ പോകേണ്ട ഇടമാണ് ടൈഗേഴ്സ് നെസ്റ്റ്. ഒരു ട്രെക്കിംഗ് അനുഭവം കൂടിയാണത്. അപൂർവമായ നിർമ്മിതിയാണ് അതിൻ്റെ സൗന്ദര്യം. കിഴുക്കാം തൂക്കായ പാറക്കെട്ടിൽ എങ്ങനെ അത് പണിതെന്നും കണ്ടിരിക്കണം. അവിടെയുള്ളവരിൽ ഹിന്ദി സംസാരിക്കുന്നവരാണ് ഏറെയും. ഇന്ത്യൻ രൂപയുടെ അതേ മൂല്യമാണ് ഭൂട്ടാൻ കറൻസിക്ക്. ഇന്ത്യൻ രൂപ നൽകിയാലും കടക്കാർ സ്വീകരിക്കും. അതല്ലെങ്കിൽ ഇന്ത്യൻ രൂപ കൊടുത്താൽ കറൻസി മാറ്റിക്കിട്ടും. തിംഫുവിലെ ബുദ്ധ ഡോർനമ ബുദ്ധന്റെ ഏറ്റവും വലിയ പ്രതിമകളിൽ ഒന്നാണ്. 206 അടിയാണ് ഇതിന്റെ ഉയരം. വെങ്കലത്തിൽ തീർത്ത ബുദ്ധൻ പത്മാസനത്തിൽ ഇരിക്കുന്ന പ്രതിമയിൽ സ്വർണം പൂശിയിരിക്കുന്നു. പുനാക്ക താഴ്വരയാണ് മറ്റൊരു ഡെസ്റ്റിനേഷൻ. ഡോച്ചുല പാസിലെ ജീവത്യാഗം ചെയ്ത സൈനികരുടെ ഓർമ്മയ്ക്കായി സ്ഥാപിച്ചിട്ടുള്ള സ്തൂപങ്ങൾ ഇവിടെയുണ്ട്. തിംഫു ആണ് തലസ്ഥാനമെങ്കിലും രാജ്യത്തെ ഏക രാജ്യാന്തര വിമാനത്താവളം രണ്ടാമത്തെ നഗരമായ പാറോ താഴ്വരയിലാണ്. ബംഗാൾ അതിർത്തിയിൽ നിന്നുള്ള യാത്രയാണ് റോഡ് മാർഗം ഏറ്റവും എളുപ്പം. ഇന്ത്യയുമായി മികച്ച ബന്ധം നിലനിർത്തുന്ന രാജ്യമാണ് ഭൂട്ടാൻ. അതിനാൽ തന്നെ ഈ മനോഹരമായ രാജ്യം സന്ദർശിക്കാൻ ഇന്ത്യക്കാർക്ക് വിസ എടുക്കേണ്ട ആവശ്യമില്ല. പകരം പെർമിറ്റ് എടുത്താൽ മതി. 7 ദിവസമാണ് ഈ പെർമിറ്റിന്റെ കാലാവധി. 7 ദിവസത്തിൽ കൂടുതൽ ഭൂട്ടാനിൽ ചെലവഴിക്കാൻ ഉദ്ദേശിക്കുന്നവർ തിംഫുവിലെ ഇമിഗ്രേഷൻ ഓഫീസിൽ ചെന്ന് പെർമിറ്റ് നീട്ടി വാങ്ങണം. ഈ പെർമിറ്റ് അപേക്ഷിക്കുന്നതിന് ഇന്ത്യക്കാരിൽ നിന്ന് 1 രൂപ പോലും ഈടാക്കുന്നില്ലെന്നതാണ് മറ്റൊരു പ്രത്യേകത. ഫോർച്യൂൺ ടൂർസ് പ്രസൻസ് ഡെസ്റ്റിനേഷൻ ഡയറി.